PSC വോയിസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 ഏപ്രിലിലെ PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പോയിൻ്റാണ്. അതിൻ്റെ പാർട്ട് 1 ആണ്. സ്റ്റാർട്ട് ചെയ്യാം. 2023 സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് പ്രഭാവർമ്മയാണ്. 2023 സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ കവി പ്രഭാവർമ്മയ്ക്ക്. രൗദ്ര സാത്വികം എന്ന കാവ്യഗായികയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2023 സരസ്വതി സമ്മാനം പ്രഭാവർമ്മ, രൗദ്ര സാത്വികം എന്ന കാവ്യഗായികയ്ക്കാണ്. 2022 സരസ്വതി സമ്മാൻ ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ശിവശങ്കരിയാണ് കേട്ടോ. 2022 സരസ്വതി സമ്മാൻ ജേതാവ് ശിവശങ്കരിയാണ്. ശിവശങ്കരിയുടെ സൂര്യവംശം എന്ന ഓർമ്മക്കുറിപ്പിനാണ് 2022 സരസ്വതി സമ്മാൻ കിട്ടിയത്. മറക്കരുത്, 2022 ശിവശങ്കരി, 2023 പ്രഭാവർമ്മ. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 2ാം സീസണിലെ കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് കേട്ടോ. ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് 2ാം സീസണിലെ കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. പരാജയപ്പെട്ടത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. 2024 ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. 2023 ചോദിക്കുന്നതെങ്കിൽ പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ഓൾറെഡി ചോദിച്ചതാണ്. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് 2023 ജേതാക്കളായത് മുംബൈ ഇന്ത്യൻസ് ആണ്. അന്ന് പരാജയപ്പെട്ടതും അല്ലെങ്കിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആയതും ഡൽഹി ക്യാപിറ്റൽസ് ആണ്. 2024 ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ആണെങ്കിൽ ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ്. ഇവിടെയും ഫസ്റ്റ് റണ്ണറപ്പ് ആയത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം പോൾ സക്രിയയ്ക്കാണ്. പോൾ സക്രിയ 2019 വള്ളത്തോൾ പുരസ്കാരവും 2020 എഴുത്തച്ഛൻ പുരസ്കാരവും ഒക്കെ നേടിയ പോൾ സക്രിയയ്ക്കാണ് 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കിട്ടിയത്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം പോൾ സക്രിയയ്ക്കാണ്. ഇതിനോടൊപ്പം തന്നെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡും കൂടി ഓർത്തു വെക്കുക, മാറിപ്പോകരുത്. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ് 2023 ആർക്കായിരുന്നു എന്ന് ചോദിച്ചാൽ അത് പെഗ്ഗി മോഹനാണ്. പെഗ്ഗി മോഹൻ്റെ വാണ്ടറേഴ്സ്, കിങ്സ് ആൻഡ് മെർച്ചൻസ് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ് 2023 ലഭിച്ചത്. മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ് 2024 ലഭിച്ചത് ദേവിക റെഗെ, ക്വാർട്ടർ ലൈഫ് എന്ന് പറയുന്ന കൃതിക്ക്, ക്വാർട്ടർ ലൈഫ് ഈ ഒരു പുസ്തകത്തിനാണ് ദേവിക റെഗയ്ക്ക് മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ് 2024 ലഭിച്ചത്. അപ്പോൾ 3 പോയിന്റുകൾ ഇവിടെ പറഞ്ഞു. എന്തൊക്കെയാ? 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണെന്ന് ചോദിച്ചാൽ പോൾ സക്രിയ. 2023 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ് ആർക്കാണെന്ന് ചോദിച്ചാൽ പെഗ്ഗി മോഹൻ. ബുക്കിന്റെ പേര് വാണ്ടറേഴ്സ്, കിങ്സ് ആൻഡ് മെർച്ചൻസ്. 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ് ദേവിക റെഗെ. ബുക്കിന്റെ പേര് ക്വാർട്ടർ ലൈഫ്. മാറിപ്പോരുത് കേട്ടോ. അടുത്തത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ ഐ.വി. ദാസ് പുരസ്കാരം എം മുകുന്ദന്. മയ്യടിപ്പുഴയുടെ തീരങ്ങൾ ഒക്കെ എഴുതിയ എം മുകുന്ദനാണ് ഐ.വി. ദാസ് പുരസ്കാരം. ഐ.വി. ദാസ് പുരസ്കാരം എം മുകുന്ദനാണ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ ഐ.വി. ദാസ് പുരസ്കാരം എം മുകുന്ദന് ലഭിച്ചു. പി.എൻ. പണിക്കർ പുരസ്കാരമാണെങ്കിൽ ഇയ്യങ്കോട് ശ്രീധരന് ലഭിച്ചു. പി.എൻ. പണിക്കർ പുരസ്കാരം ഇയ്യങ്കോട് ശ്രീധരൻ. എന്തെങ്കിലും ഒരു പണി പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? വയ്യ അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറയും അല്ലേ? അപ്പൊ ഇയ്യങ്കോട് ശ്രീധരൻ. പി.എൻ. പണിക്കർ പുരസ്കാരം ഇയ്യങ്കോട് ശ്രീധരൻ. ആരാണ് പി.എൻ. പണിക്കർ? കേരളത്തിലെ വായനാ ദിനമായിട്ട് ആചരിക്കുന്ന ജൂൺ 19 എന്താണ്? പി.എൻ. പണിക്കരുടെ ചരമദിനമാണ് അല്ലേ? മറന്നു പോകരുത്. പി.എൻ. പണിക്കരുടെ ചരമദിനം ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പി.എൻ. പണിക്കർ പുരസ്കാരമാണെങ്കിൽ ഇയ്യങ്കോട് ശ്രീധരനും, ഐ.വി. ദാസ് പുരസ്കാരമാണെങ്കിൽ എം മുകുന്ദനാണ് ലഭിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. അന്താരാഷ്ട്ര പാചക കലാമത്സരമായ പാചക ഒളിമ്പിക്സ് 2024 സ്വർണവും 2 വെള്ളിയും നേടിയ മലയാളി ശ്രേയ അനീഷ്. ഷെഫ് ശ്രേയ അനീഷിനാണ് സ്വർണവും 2 വെള്ളിയും ലഭിച്ചത്. പാചക ഒളിമ്പിക്സിൽ 2024 സ്വർണവും 2 വെള്ളിയും നേടിയ മലയാളി ഷെഫ് ശ്രേയ അനീഷ്. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നിമോ ആണ് കേട്ടോ. പോയിന്റ് നിമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരി ക്രിസ് ബ്രൗൺ ആണ്.
സഞ്ചാരിയായ ക്രിസ് ബ്രൗൺ ആണ് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നിമോയിലെത്തുന്ന ആദ്യ സഞ്ചാരി. ഈ പോയിന്റ് നിമോ എന്ന് പറയുന്നത് സൗത്ത് പസഫിക് ഓഷ്യനിലുള്ള ഒരു പോയിന്റ് ആണ്. കരയിൽ നിന്നും വളരെ ദൂരത്തിൽ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് ഈ നീമോ പോയിന്റ്. അവിടെ എത്തുന്ന ആദ്യ സഞ്ചാരി ക്രിസ് ബ്രൗൺ ആണ്. ക്രിസ് ബ്രൗൺ. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനം നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം, നഫിസ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. NAFIS, നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. എന്തിനാണ്? എന്തെങ്കിലും കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് രാജ്യം വിട്ടു പോകുന്നവരെ കണ്ടെത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ കണ്ടുപിടിച്ചൊരു സംവിധാനമാണ് നഫിസ്, നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് കേട്ടോ. ഈ ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് ഫിൻലാൻഡ്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആണോ? അപ്പോൾ അവർ പറയാണ് വി ആർ ഫൈൻ അല്ലേ. അപ്പോൾ എന്താ ഫൈൻ അവർ ഭയങ്കര ഫൈനാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഫിൻലൻഡ് ആണ് കേട്ടോ. ഫിൻലൻഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഫിൻലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 126. ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഫൈൻ ആണെന്ന് എപ്പോഴും പറയുന്ന ഫിൻലാൻഡും ഇന്ത്യയുടെ സ്ഥാനമാണെങ്കിൽ 126 ആണ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുകൾ പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യം ദക്ഷിണ സുഡാനാണ്. സൗത്ത് സുഡാനാണ് ലോകത്തെ അതിദരിദ്ര രാജ്യം, ദക്ഷിണ സുഡാൻ. മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന ബഹുമതി നേടിയത് മഞ്ഞുമൽ ബോയ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന ബഹുമതി മഞ്ഞുമൽ ബോയ്സ്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ. കുറേ തവണ കേൾക്കുമ്പോൾ നമ്മൾ പഠിച്ചോളും കേട്ടോ. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറാണ് വിനയ് കുമാർ. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ. ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ സദാനന്ദ വസന്ത് ദത്ത. എന്താണ് ഈ ദേശീയ അന്വേഷണ ഏജൻസി? NIA ആണല്ലേ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ ആരാണ്? സദാനന്ദ വസന്ത് ദത്ത. സദാനന്ദ വസന്ത് ദത്തയാണ്. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ അഡീഷണൽ ഡയറക്ടറായിട്ട് വന്ന ആളാണ് സുരേഷ് രാജ്. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPG. ഇതിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആണ് ചോദിക്കുന്നതെങ്കിൽ അലോക് ശർമ്മയാണ് കേട്ടോ. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഡയറക്ടർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അലോക് ശർമ്മയാണ്. എന്നാൽ അതിലൊരു അഡീഷണൽ ഡയറക്ടർ കൂടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സുരേഷ് രാജ് എന്നാണ്. സുരേഷ് രാജ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ കമ്മിറ്റി അംഗമായി നമ്മുടെ ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ PR ശ്രീജേഷിനെ കൂടെ തെരഞ്ഞെടുത്തു. മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർ എന്ന പുരസ്കാരമൊക്കെ നേടിയ PR ശ്രീജേഷിനെ അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുത്തു. ആകാശവാണി തിരുവനന്തപുരം അല്ലെ, ഈ നിലയത്തിന് 75 വയസ്സായി കേട്ടോ. ആകാശവാണി തിരുവനന്തപുരം തുടങ്ങിയിട്ട് 75 വയസ്സായി. അപ്പോൾ എന്താ പറയുക, 1950 ഏപ്രിൽ 1-ാം തീയതിയാണ് ഇത് ആരംഭിക്കുന്നത്. 1950 ഏപ്രിൽ 1-ാം തീയതി തുടങ്ങിയ ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയത്തിന് 75 വയസ്സായി. അതുപോലെ തന്നെ ന്യൂസ് ആങ്കറായ വാർത്താ അവതാരകനായ M രാമചന്ദ്രൻ ഇന്നലെ അന്തരിച്ചു. ഒക്ടോബർ 5-ാം തീയതി ആകാശവാണിയുടെ വാർത്താ അവതാരകനായ M രാമചന്ദ്രൻ അന്തരിച്ചത് ഒക്ടോബർ 5-ാം തീയതിയാണ്. ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയത്തിന് 75 വയസ്സുമായി. ഓർത്തു വെക്കുക. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകത്തിന്റെ പേരാണ് യൂറോപ്പ ക്ലിപ്പർ. യൂറോപ്പ ക്ലിപ്പർ. നാസയുടെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ ആണ് കേട്ടോ. നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ ആണ്. അവര് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയെ ലക്ഷ്യമാക്കി ഒരു പേടകം അയക്കുന്നുണ്ട്. അതിന്റെ പേരാണ് യൂറോപ്പ ക്ലിപ്പർ. നമ്മുടെ ISRO ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാലോ S സോമനാഥ് ആണ് അല്ലേ, അത് നമുക്കറിയാം. ISRO ചെയർമാൻ ആണെങ്കിൽ S സോമനാഥ് ആണ്. നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ആരാണെന്ന് ചോദിച്ചാൽ അത് ബിൽ നെൽസൺ ആണ് കേട്ടോ. നാവികസേനയുടെ മുൻ മേധാവിയും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനുമായ അഡ്മിറൽ ലക്ഷ്മി നാരായൺ രാംദാസ് അന്തരിച്ചു. നാവികസേനയുടെ മുൻ മേധാവിയും മനുഷ്യാവകാശ പ്രവർത്തകനൊക്കെയാണ് ലക്ഷ്മി നാരായൺ രാംദാസ്. അദ്ദേഹം അന്തരിച്ചു. ഒന്ന് ഓർത്തു വയ്ക്കുക.
കഥാകൃത്തും നോവലിസ്റ്റും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവൊക്കെ ആയിട്ടുള്ള TN പ്രകാശ്, കഥാകൃത്തും നോവലിസ്റ്റുമായ TN പ്രകാശ് അന്തരിച്ചു. അപ്പൊ നേരത്തെ പറഞ്ഞ ആരായിരുന്നു? മനുഷ്യാവകാശ പ്രവർത്തകനായ ലക്ഷ്മി നാരായൺ രാംദാസ് അന്തരിച്ചു. കഥാകൃത്തായ TN പ്രകാശ് അന്തരിച്ചു. പ്രമുഖ തമിഴ് നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് 2024 ഏപ്രിൽ 1 പാർട്ടിലുള്ള PSC ബുള്ളറ്റിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നമുക്ക് വേഗം ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. ഞാൻ ചോദ്യങ്ങൾ പറയാം, നിങ്ങൾ ഉത്തരം ഒന്ന് ഓർത്തെടുക്കണം. എന്നിട്ട് എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാം ഓർത്തെടുക്കാൻ പറ്റിയോ എന്നൊക്കെ ഒന്ന് പറയണം. ക്ലാസ്സിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിലും അതും കമൻറ്റ് ചെയ്യണം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, 2023 സരസ്വതി സമ്മാൻ ജേതാവ് ആരായിരുന്നു? 2023 സരസ്വതി സമ്മാൻ ജേതാവ് പ്രഭാവർമ്മയാണ്. പ്രഭാവർമ്മയുടെ കൃതിയുടെ പേരെന്തായിരുന്നു? രൗദ്രസാത്വികമാണ് അല്ലേ. അപ്പൊ 2022 സരസ്വതി സമ്മാൻ പുരസ്കാരം ആർക്കായിരുന്നു? ശിവശങ്കരിയുടെ സൂര്യവംശം. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് 2ാം സീസണിലെ കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. കറക്റ്റ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് പോൾ സക്രിയ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തുന്ന ഐവിദാസ് പുരസ്കാരം നേടിയത് M. മുകുന്ദൻ. PN പണിക്കർ പുരസ്കാരം നേടിയത് ഈയങ്കോട് ശ്രീധരൻ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരെന്ത്? ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി. ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചക കലാ മത്സരമായ പാചക ഒളിമ്പിക്സ് 2024 1 സ്വർണവും 2 വെള്ളിയും നേടിയ മലയാളിയാണ് ശ്രേയ അനീഷ്. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നിമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരി, ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ ആരാണ്? അദ്ദേഹത്തിൻ്റെ പേര് ക്രിസ് ബ്രൗൺ. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം നഫിസ്, നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തെത്തിയത് ഫിൻലൻഡ് ആണ്. ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം 126. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യം ദക്ഷിണ സുഡാൻ. മലയാളത്തിൽ ആദ്യമായി 200 കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ മഞ്ഞുമൽ ബോയ്സ്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ. റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ. NIAയുടെ ഡയറക്ടർ ജനറൽ, ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ ആരാണ്? സദാനന്ദ് വസന്ത് ദത്തയാണ്. സദാനന്ദ് വസന്ത് ദത്ത. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ഡയറക്ടർ ജനറൽ ആണെങ്കിൽ അലോക് ശർമ്മയാണ്. ഇതിൽ അഡീഷണൽ ഡയറക്ടറായിട്ട് വന്ന ഒരു വ്യക്തിയാണ് സുരേഷ് രാജ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മിറ്റി അംഗമായി ഇന്ത്യൻ ഗോൾ കീപ്പർ PR ശ്രീജേഷിനെ തെരഞ്ഞെടുത്തു. ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയത്തിന് എത്ര വയസ്സായി? 75. എന്നാണിത് പ്രവർത്തനം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1950 ഏപ്രിൽ 1. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമിട്ട് നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ. പിന്നെ 3 പേര് അന്തരിച്ച കാര്യം പറഞ്ഞിരുന്നു. ആരൊക്കെയായിരുന്നു അത്? നാവികസേനയുടെ മുൻ മേധാവിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ലക്ഷ്മി നാരായൺ രാംദാസ് അന്തരിച്ചു. പിന്നെ ഒരു കഥാകൃത്തുണ്ടായിരുന്നല്ലോ, കഥാകൃത്തും നോവലിസ്റ്റുകാരനുമായ TN പ്രകാശ് അന്തരിച്ചു. തമിഴ് നടൻ ഡാനിയൽ ബാലാജി എന്നിവർ അന്തരിച്ചു. അപ്പോൾ ഇത്രയും പോയിന്റുകൾ വളരെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക്